ഹൈന്ദവന് ഈ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന അവന്റെ നേട്ടങ്ങൾ എന്താണെന്ന് ഈ ദേവസ്വം ബോർഡ്, അതായത് ഇതിന്റെ ഈ ഓഫീസ് കാണുമ്പോൾ ഇതിനകത്തിരിക്കുന്നത് തെരുവുണ്ട്, ബക്കറ്റുണ്ട്, മനുഷ്യണ്ട്. ഇതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മതപാഠശാല ആഫീസ്. ഇവിടെ നിങ്ങൾക്ക് കാണാം മണ്ണടി പൊന്നമ്മ മതപാഠശാല ചീഫ് കോർഡിനേറ്റർ. വർഷങ്ങളായി ഇതിന്റെ പേര് പരാതി കൊടുത്തിട്ട് ഒരു പേപ്പർ നനക്കാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. കാരണം മതപാഠശാല എങ്ങനെ ഇല്ലാതാക്കാമെന്ന് റിസർച്ച് നടത്തുന്ന ഒരു വ്യക്തി 9 വർഷം കൊണ്ട് ഇവിടെ സ്ഥാപിച്ചു വെച്ചിരിക്കുകയാണ്. അദ്ദേഹം നോക്കുന്ന മതപാഠശാല അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്ന ആഫീസ്. അപ്പോൾ ഈ ആഫീസിൽ ഒരു യോഗം കൂടാൻ പറ്റുമോ? മതപാഠശാല പരീക്ഷ നടത്തുമ്പോൾ ആ പരീക്ഷയ്ക്കുള്ള പേപ്പറുകൾ സൂക്ഷിക്കാനും റെക്കോർഡുകൾ സൂക്ഷിക്കാനും കോർഡിനേറ്റർമാർക്കും കൺവീനർമാർക്കും വന്നിരുന്ന് മീറ്റിംഗ് കൂടാനും ഒക്കെ ആയിട്ട് പ്രയാർ ഗോപാലകൃഷ്ണൻ സാർ പ്രസിഡന്റായിട്ടിരുന്ന സമയത്ത് അനുവദിച്ചതാണ് ഈ ആഫീസ്. അതിനുശേഷം വന്നവർ കാണിച്ചു കുടിച്ചതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. നമ്മൾ ചിന്തിക്കുക, ഇങ്ങനെയാണ് ദേവസ്വം ബോർഡ് മതപാഠശാലയെ നന്നാക്കുന്നത്. ഇതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതിയെ ആശ്രയിക്കേണ്ട സാഹചര്യം ഉണ്ടായതെന്ന് കൂടി അറിയിക്കുകയാണ്.